അങ്ങനെ ഗൈസ് ദേ റാഗിയുടെ ദോശയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ കഴിക്കുന്നതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ്. നല്ല അടിപൊളിയായിരുന്നു. ഇത് രണ്ടെണ്ണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഇത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നല്ല ഫില്ലിംഗ് ആണ്. പിന്നെ ഇത് സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഞാൻ സാമ്പാർ പൊടി ഉപയോഗിക്കാറില്ല സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും. നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചിട്ട് കടുക് താളിച്ച് ഇതിങ്ങോട്ട് ഒഴിക്കും. അതാണ് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ. കുറച്ച് അധികം പരിപ്പ് കൂടുതലിട്ടാൽ നന്നായിട്ട് കുറുകി കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലേ ഗൈസ്. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ പരിപാടിയും കറിയുടെ പരിപാടിയൊക്കെ ഞാൻ രാവിലെ തന്നെ തീർക്കും. കാരണം ഇവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാറില്ല. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം മഴ പെയ്യും എന്നാൽ പെയ്യില്ല എന്നൊരവസ്ഥയായിരുന്നു. ഈ നമ്മുടെ ബാൽക്കണിയിലെ 3 ഡോറും ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഗൈസ് നല്ല അടിപൊളി കാറ്റായിരിക്കും ഈ ഒരു സമയത്ത് നമ്മുടെ അകത്തോട്ടേക്ക് കയറുന്നത്. ഫാനിൻ്റെ AC ഒന്നും ആവശ്യമേ ഇല്ല ഗൈസ്. പിന്നെ അത് ഇവന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാമ്പാർ മാറ്റി വെക്കും കേട്ടോ. ഈ മുളകും മല്ലിപ്പൊടിയൊന്നും ഇടാതെ. ഇവൻ ഒട്ടും എരിവ് കഴിക്കാത്ത ഒരാളാണ്. റിക്സൺ ചേട്ടൻ്റെ അതേ സ്വഭാവമാണ്. പിന്നെ ഞാൻ ഓർക്കും നല്ല കാര്യം എരിവൊന്നും കഴിക്കാതെ എന്നെപ്പോലെ ആവണ്ട, എരിവൊന്നും കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഭയങ്കര എരിവ് ഇഷ്ടമുള്ള ആളാണ്. ഇവനൊരു തുള്ളി ഒരു പച്ചമുളകിൻ്റെ എരിവ് പോലും പറ്റത്തില്ല. അങ്ങനെ അതേ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ദോശ ഞാൻ ഉണ്ടാക്കിയെടുത്ത് കുറച്ച് അധികം ചാറും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് അത് ഞാൻ അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തുകൊണ്ട് വെച്ചിട്ട് അപ്പോൾ അവൻ എഴുന്നേൽക്കുന്ന സമയമാകുമ്പോൾ നന്നായിട്ട് കുതിർന്നൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഒരു ബോട്ടിലും ഞാൻ എല്ലാ ദിവസവും രാവിലെ ഫില്ല് ചെയ്ത് അവൻ്റെ വെക്കും. കാരണം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ബോട്ടിൽ വെള്ളം ഞാൻ അവനെ കുടിപ്പിച്ച് തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനപ്പോൾ അതേ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവൻ ഉറക്കമാണ്, നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർക്കാമെന്ന് ഓർത്തു. അപ്പോൾ എനിക്ക് ഉണ്ടല്ലോ ഗൈസ് ഈ എന്ത് കറിയാണെന്നുണ്ടെങ്കിലും എനിക്ക് ചാറ് ഭയങ്കര കൂടുതൽ വേണം. എനിക്ക് ഈ ദോശയാണെങ്കിലും ഈ പാലപ്പം ആണെങ്കിലും ഒക്കെ ഈ ചാറ് ഇങ്ങനെ മുങ്ങിക്കിടക്കണം ഇതിൽ. അപ്പം ഞാൻ 2 ദോശയും സാമ്പാറും കൂടെ എടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടിക്കൂട്ട് സാമ്പാറാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറില്ല ഗൈസ്. അങ്ങനെ ഇടയ്ക്ക് ഞാനീ പോകുന്നത് എൻ്റെ ക്യാമറ കറക്റ്റാണോ ഞാൻ ഇതിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനാണ്. കാരണം ഞാൻ ബാക്ക് ക്യാമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ ഞാൻ വരുന്നുണ്ടോ എന്ന് അറിയാനാണ്. അങ്ങനെ ഞാൻ കഴിച്ച് ഗൈസ്. ചൂടോടുകൂടെ കഴിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ചൂടോട് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.